ഞാൻ വാട്സപ്പ് ഡിലീറ്റ് ചെയ്യാൻ പോവാണ്. അച്ചുവേട്ടൻ്റെ മെസ്സേജ് കണ്ട് അവൾ അല്പം പതറി. എന്തു പറ്റി അച്ചുവേട്ടാ? ഞെട്ടിക്കൊണ്ടുള്ള ചോദ്യവും പിന്നെ കുറേ ഇമോജികളും. ഒന്നുമില്ലടോ, എന്തോ സോഷ്യൽ മീഡിയയിൽ നിന്നും ചെറിയൊരു ബ്രേക്ക് എടുക്കുന്നു, ദാറ്റ്സ് ഓൾ. ഇൻസ്റ്റഗ്രാമോ? അതുമില്ല, ഒന്നുമില്ല, എല്ലാം ഡിലീറ്റ് ചെയ്യുകയാണ്. അപ്പോൾ എന്നെ വേണ്ടേ? മടിച്ചുകൊണ്ടായിരുന്നു അവളത് ചോദിച്ചത്. അങ്ങനെ തനിക്ക് തോന്നുന്നുണ്ടോ? SMS അയക്കാടോ ഞാൻ. എന്നാലും പെട്ടെന്ന് ഇങ്ങനെയൊരു തീരുമാനം? ചുമ്മാ, നീയൊക്കെ എന്നെ മിസ് ചെയ്ത് പണ്ടാരടങ്ങണം, അത്രേ ഉള്ളൂ. ചിരിച്ചുകൊണ്ടുള്ള മറുപടിയിൽ മറ്റെന്തൊക്കെയോ ദുരൂഹതകൾ. എങ്കിലും അവൻ്റെ ഈ ഒരു തീരുമാനം അവളെ തീർത്തും ഞെട്ടിപ്പിച്ചിരുന്നു. വാട്സപ്പിലല്ലാതെ അച്ചുവേട്ടന് മെസ്സേജ് അയക്കില്ല എന്ന് ഞാനും തീരുമാനിച്ചാലോ? അതിന് എൻ്റെ അനുവിന് കഴിയില്ല എന്ന് വിചാരിക്കുന്നു. ഇനി അറിയില്ല. എപ്പോഴും ഇങ്ങനെയാണ്, അച്ചുവേട്ടൻ ഇമോഷണലായി സംസാരിക്കും. പിന്നെയും മുന്നോട്ട് കൊണ്ടുപോകുവാൻ അനുവിന് കഴിയില്ല. പക്ഷെ ഇന്ന് അത് ആവർത്തിച്ചില്ല. തോന്നലാണ്, ഞാൻ അയക്കില്ല, തീർച്ചയാണ്. തീരുമാനിച്ചോ? അച്ചുവേട്ടൻ്റെ തീരുമാനങ്ങളല്ലേ വലുത്. അതുപോലെയാണ് എനിക്കിതും. ഞാൻ പോകുന്നു. അച്ചുവേട്ടൻ്റെ അവസാനത്തെ മെസ്സേജ്. ഞാൻ അച്ചുവേട്ടനെ മിസ് ചെയ്യില്ല. അവസാനമായി അവളയച്ച മെസ്സേജ് അവൻ്റെ മൊബൈലിലേക്ക് എത്തുന്നതിന് തൊട്ട് മുൻപേ അവൻ വാട്സപ്പ് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞിരുന്നു. എന്തുകൊണ്ടോ അവൾക്കത് വിശ്വസിക്കാനായില്ല. അവൾ അവൻ്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ കയറി നോക്കി. അതും കളഞ്ഞിരിക്കുന്നു. എങ്കിൽ എന്തോ പറ്റിയിരിക്കുന്നു. അപ്പോഴാണ് മെസ്സഞ്ചർ വഴിയുള്ള അവൻ്റെ മെസ്സേജ്. അനു, ഞാൻ പോകുന്നു. നീ എന്നെ മിസ് ചെയ്യുമെന്ന് എനിക്കറിയാം. വിളിക്കണം. ഞാൻ വിളിച്ചാൽ ഫോൺ എടുക്കണം. SMS അയക്കണം. ഗുഡ് നൈറ്റ്, ലവ് യു. മെസ്സേജ് കണ്ടപാടെ റിപ്ലൈ കൊടുക്കുവാനോ ശ്രമം നടത്തി. പക്ഷെ അതിനു മുൻപേ ആ അക്കൗണ്ട് ബഹിഷ്കരിക്കപ്പെട്ടിരുന്നു. കണ്ണുകൾ എന്തുകൊണ്ടോ നിറഞ്ഞു. കണ്ണീര് അവൻ്റെ അക്കൗണ്ടിൻ്റെ പ്രൊഫൈൽ പിക്ചറിൽ ഇറ്റി വീണ് അവൻ്റെ മുഖചിത്രം തിളങ്ങി. ഇത്രയ്ക്ക് സങ്കടം വരാൻ അവൻ നിന്റെ ലവ്വറൊന്നുമല്ലല്ലോ, ആണോ? റൂംമേറ്റും ഫ്രണ്ടുമായ നിരഞ്ജന ചോദിച്ചു. ഹോസ്റ്റൽ റൂമിൽ മൊബൈൽ ടേബിളിൽ വെച്ച് ബെഡിലേക്ക് വീണ് മുഖം പൊത്തി കരഞ്ഞു. അറിയില്ല, എനിക്കൊന്നും അറിയില്ല. അതായിരുന്നു അവളുടെ ഉത്തരം. നീ ഇത്ര വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ലടി. അവൻ ചിലപ്പോൾ നിന്നെ പറ്റിച്ചതാവും. കുറേ കണ്ടിട്ടുണ്ട്. എന്നാലും ഇതുപോലത്തെ രണ്ടെണ്ണത്തിനെ ഞാൻ കണ്ടിട്ടില്ല. അവൻ്റെ ഫ്രണ്ടാണോ? അല്ല. അവൻ്റെ പെണ്ണാണോ? അല്ല. എന്നാലോ രണ്ടിനും രണ്ടാളും ആരൊക്കെയോ ആണ്. നിരഞ്ജന അനുവിൻ്റെ അടുത്തായി വന്നിരുന്നു. അച്ചുവേട്ടന് എന്തോ പറ്റിയിട്ടുണ്ട്, അല്ലാതെ ഇങ്ങനെയൊന്നും ചെയ്യില്ല. എടി, അത് പേഴ്സണലി എന്തെങ്കിലും പ്രശ്നം കാണും. എല്ലാം നിന്നോട് പറയണമെന്നുണ്ടോ? അതിനു മാത്രം നീ അവൻ്റെ ഭാര്യയൊന്നുമല്ലല്ലോ. വേറെ ഒരാളോടും പറയാത്ത കുറേ കാര്യങ്ങൾ എന്നോട് മാത്രം പറഞ്ഞിട്ടുണ്ട്. പിന്നെയാണോ ഇത്? ഞാൻ അച്ചുവേട്ടൻ്റെ ആരൊക്കെയോ ആണ്. അത് അച്ചുവേട്ടനും അറിയാം, എനിക്കും അറിയാം. അവളെ സമാധാനിപ്പിക്കുന്നതിൽ പരാജയപ്പെട്ടുകൊണ്ട് നിരഞ്ജന കിടക്കയിൽ കയറി ഉറങ്ങാനായി കിടന്നു. തലയിണ കെട്ടിപ്പിടിച്ച് അതുകൊണ്ട് അവൾ കണ്ണുനീര് തുടച്ചു. അന്ന് രാത്രി എന്തുകൊണ്ടോ ഉറങ്ങാനായില്ല. എൻ്റെ മാത്രം അനു. അച്ചുവേട്ടൻ ഒരിക്കൽ അയച്ച മെസ്സേജിലേക്ക് അവൾ വീണ്ടും വീണ്ടും നോക്കിയിരുന്നു. അച്ചുവേട്ടാ, കുറേ കോഴികൾ എൻ്റെ മെസ്സഞ്ചറിൽ വരുന്നുണ്ട്. ഉമ്മയും ചോദിച്ചുകൊണ്ട്. ഞാനൊരു ഉമ്മ കൊടുത്തോട്ടെ? ചിരിച്ചുകൊണ്ട് ചോദിച്ചു. എനിക്ക് ഹേർട്ടാവുന്നടി നീ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ. നീ എൻ്റെയാ, എനിക്ക് മാത്രം നീ ഉമ്മ തന്നാൽ മതി. അവറ്റകൾ പാവങ്ങളല്ലേ അച്ചുവേട്ടാ? പിന്നെയും കുറേ ദേഷ്യം പിടിപ്പിച്ച് നോക്കി അവനെ. ഞാനിന്ന് നിനക്ക് മെസ്സേജ് അയക്കില്ല, നോക്കിക്കോ. നീ അവർക്ക് ഉമ്മയോ തേങ്ങയോ എന്തേലും കൊടുക്കുപോ. പിന്നെ കുറേ സോറി അയച്ചിരുന്നെങ്കിലും അച്ചുവേട്ടൻ്റെ മറുപടി വന്നില്ല. എൻ്റെ അച്ചുവേട്ടനല്ലാതെ ഞാൻ വേറെ ആർക്കും ഉമ്മ കൊടുക്കാൻ അച്ചുവേട്ടാ? ഞാൻ അവരെയൊക്കെ ബ്ലോക്ക് ചെയ്തതായപ്പോഴേ. വെറുതെ അച്ചുവേട്ടനെ ദേഷ്യം പിടിപ്പിക്കാനാ. എങ്കിൽ എനിക്കൊരു ഉമ്മതാ. ഇപ്പോൾ ടൈപ്പിംഗ് ഉമ്മ വേണ്ട, വോയിസ് തന്നെ വേണം. ദൈവമേ, അച്ചുവേട്ടൻ ഞാനിപ്പോൾ ക്യാൻറ്റീനില്ല. ഇവിടെ വെച്ച് ഉമ്മ തന്നാൽ എനിക്കില്ലാത്ത കാമുകനുണ്ടെന്ന് ഇവരൊക്കെ പറയും. ആഹാ, എങ്കിൽ എനിക്ക് വോയിസ് ഉമ്മ തന്നെ വേണം. ഇല്ലെങ്കിൽ ഞാനിനി മെസ്സേജ് അയക്കില്ല. തരാം. ചുറ്റും നോക്കി ആരും ശ്രദ്ധിക്കുന്നില്ലെന്ന് ഉറപ്പുവരുത്തിയ ശേഷം വോയിസായി ഒരു ഉമ്മ കൊടുത്തു. തൽക്കാലം ഇത് മതി. അച്ചുവേട്ടൻ ഉറക്കെ ചിരിച്ചു. നീയേ നിന്റെ ഇമെയിലും പാസ്വേഡും എനിക്ക് തന്നേ. ഇനി ആരാ എൻ്റെ അനുവിനെ മെസ്സേജ് അയച്ച് ശല്യം ചെയ്യുന്നതെന്ന് നോക്കട്ടെ. അവന് ഞാൻ ഉമ്മയും ബാപ്പയും ഒക്കെ കൊടുത്തോളാം. ഞാൻ അവരെ ബ്ലോക്ക് ചെയ്തില്ലേ, ഇനി എന്തിനാ? നീ ഞാൻ പറയുന്നത് അനുസരിച്ചാൽ മതി. അങ്ങനെ അവളുടെ അക്കൗണ്ട് അച്ചുവിൻ്റേതും കൂടിയായി. മൊബൈലിൽ ഓരോ നോട്ടിഫിക്കേഷൻ വരുംതോറും അത് അച്ചുവിൻ്റേതാകുമെന്ന് കരുതി അവൾ ആ രാത്രി കഴിച്ചുകൂട്ടി. പക്ഷെ അവൻ്റെ മെസ്സേജ് വന്നില്ല. രാവിലെ എഴുന്നേറ്റ് പതിവ് പോലെ അവൻ്റെ വാട്സപ്പിൽ ഒരു ഗുഡ് മോർണിംഗ് അയക്കാൻ തുടങ്ങിയപ്പോഴാണ് ഇന്നലെ അവനയച്ച മെസ്സേജ് ഇപ്പോഴും അവിടെ തന്നെ കിടക്കുന്നത് കണ്ടത്. അതോടെ അച്ചുവേട്ടൻ പോയെന്ന് അവൾക്ക് ബോധ്യമായി. നിങ്ങൾ തമ്മിൽ എന്താണ് ബന്ധം? പലരും ചോദിച്ച ആ ചോദ്യം
അതിൻ്റെ ഉത്തരം ഇത്രയായിട്ടും അവൾക്കും അറിയില്ലായിരുന്നു. രാവിലെ എഴുന്നേറ്റ് മൊബൈലിൽ നോക്കിയിരുന്നു. ഓരോ നിമിഷവും പ്രതീക്ഷയോടെ. അവൻ്റെ SMS ഫോൺ കോളോ പോലും വന്നില്ല. അതവളെ മറ്റെന്തിനേക്കാളും തളർത്തിയിരുന്നു. ഒടുവിൽ അവൻ്റെ അക്കൗണ്ടിൽ കയറി അവൻ്റെ അനിയൻ അശ്വൻ്റെ അക്കൗണ്ട് എടുത്തു. എന്നിട്ട് അവന് മെസ്സേജ് അയച്ചു നോക്കി. ഹായ്, ഞാൻ അനുവ, നിന്റെ ചേട്ടൻ്റെ. ആ ഒരു വാക്യം പൂർണ്ണമാക്കുവാൻ അവളെ കൊണ്ട് പറ്റിയില്ല. അവൻ്റെ ആരാ? ആത്മാവിൻ്റെ ഏതോ ഒരു കോണിൽ നിന്നും ആ ചോദ്യം അവളെ കുത്തി നോവിച്ചു. ആ മെസ്സേജ് ഡിലീറ്റ് ചെയ്ത് വീണ്ടും ഒരു മെസ്സേജ് അയച്ചു. ഹായ്, ഞാൻ അനുവാണ്, നിന്റെ ചേട്ടൻ എവിടെ? അന്ന് ഉച്ചയ്ക്കാണ് അശ്വിൻ ഓൺലൈനിൽ വന്നത്. മെസ്സേജ് കണ്ടപാടെ റിപ്ലൈയും കൊടുത്തു. ആരാ? മനസ്സിലായില്ല. അത് കള്ളം. അച്ചുവേട്ടൻ പറഞ്ഞിട്ടുള്ളതാണ് തന്നെക്കുറിച്ച് അവനോട്. ഒരിക്കൽ അച്ചുവേട്ടനെ വിളിച്ചപ്പോൾ അവൻ സംസാരിച്ചിട്ടുള്ളതുമാണ്. എന്നിട്ടും ഈ ഒരു ചോദ്യം? അത് കള്ളം. അശ്വിൻ, നിനക്ക് എന്നെ അറിയാമെന്ന് എനിക്കറിയാം. അച്ചുവേട്ടൻ എവിടെ? നിങ്ങളിനി ഏട്ടനെ തിരക്കരുത്. ഏട്ടൻ്റെ കല്യാണം നിശ്ചയിച്ചു. അതിന് ദയവായി തടസ്സം നിൽക്കരുത്. ആ മെസ്സേജ് നോക്കി അവൾ കുറേ നേരം നിന്നു. സമനില വീണ്ടെടുക്കുവാൻ ഒരുപാട് സമയം വേണ്ടി വന്നു. കരഞ്ഞു തീർത്ത കണ്ണീര് വറ്റിപ്പോയി. എന്തോ വിശ്വാസം വരാഞ്ഞിട്ടല്ല, തമ്മിലുള്ള ബന്ധത്തിൻ്റെ പേരെന്തായിരുന്നുവെന്ന് അച്ചുവേട്ടൻ തന്നെ പറയണമെന്നൊരു തോന്നൽ. എൻ്റെ അച്ചുവേട്ടൻ അതിന് പറ്റില്ല. സത്യം പറ അശ്വിൻ, എന്താ സംഭവിച്ചത്? പ്ലീസ്, എനിക്കറിയണം. വോയിസ് ആയിട്ട് തന്നെ അയച്ചു നോക്കി. സ്നേഹം കൊണ്ട് മുറിവേറ്റത്തിൻ്റെ കണ്ണീരും യാതനയും അപേക്ഷയുമെല്ലാം ആ ശബ്ദത്തിനുണ്ടെന്ന് കേട്ടുകഴിഞ്ഞപ്പോൾ അശ്വിനും തോന്നി. ഏട്ടന് ക്യാൻസറാണ്. അറിയാൻ കുറച്ച് ലേറ്റായി പോയെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. ചേച്ചി ഒന്നും അറിയിക്കാണ്ടിരിക്കാനാ ഇന്നലെ സോഷ്യൽ മീഡിയയിൽ നിന്നും വിട്ടുനിൽക്കാൻ പോണെന്നൊക്കെ കള്ളം പറഞ്ഞത്. എങ്ങനെയായാലും ചേച്ചി മെസ്സേജ് അയക്കുമെന്ന് കരുതിയിട്ടാ എല്ലാ അക്കൗണ്ടും കളഞ്ഞത്. ചേച്ചിയെ മനഃപൂർവ്വം അവോയ്ഡ് ചെയ്തതാ. ഒന്നും ചേച്ചി അറിയരുതെന്ന് കരുതിയിട്ട്. ചേച്ചി വേദനിച്ചാൽ അതിലേറെ ഏട്ടൻ വേദനിക്കുമെന്ന് പറഞ്ഞിട്ടാ ഇന്നലെ കുത്തിയിരുന്ന് അക്കൗണ്ടുകളൊക്കെ കളഞ്ഞത്. ഞാനത് പറഞ്ഞുവെന്ന് ആരും അറിയരുത്. ഞാൻ ബ്ലോക്ക് ചെയ്യുന്നു. പറ്റുമെങ്കിൽ എൻ്റെ ഏട്ടന് വേണ്ടി പ്രാർത്ഥിക്കണം. ബൈ. അശ്വിൻ്റെ നീണ്ട മെസ്സേജ് മാറി മാറി വായിച്ചിട്ടും അവൾക്കൊന്നും ഉൾക്കൊള്ളാനായില്ല. കരച്ചിലെറ്റി വീണിട്ടും എന്തുകൊണ്ടോ ശബ്ദം പുറപ്പെട്ടില്ല. ഇതുവരെ കണ്ടിട്ടില്ലാത്ത മെസ്സേജിലൂടെയും ഫോൺ കോളിലൂടെയും മാത്രം അറിഞ്ഞ അച്ചുവേട്ടനെ ഒരിക്കലെങ്കിലും കാണണമെന്നൊരാഗ്രഹം ഉള്ളിലുദിച്ചു. തന്നെ ഒന്നും അറിയിക്കാതിരിക്കുവാൻ മാത്രം അച്ചുവേട്ടന് താൻ ആരാണ്? ഇതാണോ യഥാർത്ഥ പ്രണയത്തിൻ്റെ വശ്യത? അപ്പോൾ തന്നെ തീരുമാനിച്ചു, അച്ചുവേട്ടനെ കാണണം. ഒടുവിൽ ചാലക്കുടിയിലെ അച്ചുവേട്ടൻ്റെ വീട്ടിലേക്ക് പോകാൻ തന്നെ അവൾ തീർച്ചയാക്കി. ബാഗൊക്കെ പാക്ക് ചെയ്തു വെച്ചു. നീ ഇത് എങ്ങോട്ട് ഇതൊക്കെ പെറുക്കി കെട്ടി? നിരഞ്ജന ചോദിച്ചു. ഞാൻ നാളെ അച്ചുവേട്ടനെ കാണാൻ പോകുക, അത്രേ പറഞ്ഞുള്ളൂ. നിനക്ക് മുഴുത്ത വട്ട. ഇതുവരെ കാണാത്ത ഒരാൾ. അവൻ നിന്റെ ആരാണെന്ന് പോലും നിനക്കറിയില്ല. നാളെ എക്സാം തുടങ്ങുക. എല്ലാത്തിനും ഒരു പരിധിയുണ്ട്. പറഞ്ഞില്ലെന്ന് വേണ്ട. നിരഞ്ജന ചൂടായിക്കൊണ്ട് പറഞ്ഞപ്പോഴും അവളത് വകവച്ചില്ല. അച്ചുവേട്ടൻ എൻ്റെ ആരൊക്കെയോ ആണ്. എന്താന്ന് വെച്ചാൽ ചെയ്യ്. നിരഞ്ജന ദേഷ്യത്തോടെ എഴുന്നേറ്റ് പോയി. ആ രാത്രിയും അവൾക്ക് ഉറങ്ങാനായില്ല. കണ്ണീര് പൂർണ്ണമായും വറ്റി വരണ്ടു. കണ്ണിൽ നിന്നും ഇപ്പോൾ ഒലിച്ചിറങ്ങുന്നത് ചോരയാണെന്ന് അവൾക്ക് തോന്നി. അത് ഒലിച്ചിറങ്ങി കിടക്കെ ആകമാനം ചെന്നിറമാക്കി. ചുവന്ന പട്ടുപോലെ കിടക്കവരി കാറ്റിൽ ഇളകി ഉലഞ്ഞു. അടുത്ത ദിവസം പുലർച്ചെ തന്നെ അവൾ റെയിൽവേ സ്റ്റേഷനിലെത്തി. ചാലക്കുടിക്കുള്ള ട്രെയിൻ കയറി ഉച്ചയോടെ അവിടെ എത്തി. ആ യാത്രയിലുടനീളം കണ്ടത് അവൻ്റെ മുഖമാണ്, കേട്ടത് അവൻ്റെ ശബ്ദവും. ചേട്ടാ, ഈ അഡ്രസ്സ് എവിടെയാണ്? സ്റ്റേഷനുപുറത്തെ ഓട്ടോ സ്റ്റാൻഡിൽ ചെന്ന് മൊബൈലിൽ ഒരിക്കൽ അവൻ പറഞ്ഞ അഡ്രസ്സ് ഒരു ഡ്രൈവറെ കാണിച്ചു. ഇവിടെ അടുത്താ, കയറിക്കോളൂ. ഡ്രൈവർ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് അവളുമായി മുന്നോട്ട് നീങ്ങി. 20 മിനിറ്റോളം നീണ്ട യാത്ര കഴിഞ്ഞ് ഓട്ടോ ചെന്ന് നിന്നത് ഒരു തറവാട്ട് വീടിൻ്റെ മുന്നിലാണ്. ഓട്ടോക്കാരനെ പറഞ്ഞയച്ച് അവൾ ആ വീടിൻ്റെ ഉമ്മറത്തേക്ക് നടന്നെത്തി. ഉമ്മറമുറ്റത്ത് തെങ്ങിൽ കെട്ടിയിട്ട പശുവിന് വൈക്കോലിട്ട് കൊടുത്തുകൊണ്ടിരുന്ന ഒരു സ്ത്രീയെ അവൾ കണ്ടു. ഒറ്റ നോട്ടത്തിൽ അത് അച്ചുവേട്ടൻ്റെ അമ്മയാണെന്ന് അവൾക്ക് മനസ്സിലായി. ഒരിക്കൽ അച്ചുവേട്ടൻ ഫോട്ടോ കാണിച്ചു കൊടുത്തിരുന്നു, അച്ഛൻ്റെയും അമ്മയുടെയും അമ്മമ്മയുടെയും അനിയൻ്റെയും ഒക്കെ. ഞാൻ അനു. അച്ചുവേട്ടൻ്റെ, ഞാൻ ഉദ്ദേശിച്ചത് അനീഷേട്ടൻ്റെ. അമ്മയൊന്ന് നോക്കി, പിന്നീട് പുഞ്ചിരിച്ചു. അച്ചുവേട്ടൻ എന്ന് തന്നെ വിളിച്ചോളൂ. അനുവിനെ എനിക്കറിയാം, അവൻ പറഞ്ഞിട്ടുണ്ട്. കയറിയിരിക്കൂ. അമ്മ വൈക്കോൽ കെട്ട് താഴെയിട്ട് അരയിലെ മടക്കിൽ നിന്നും സാരത്വം പഴിച്ചിട്ട് അവളെ അകത്തേക്കിരുത്തി. ആരാ സുഭദ്ര ഇത്? എനിക്കങ്ങോട്ട് മനസ്സിലായില്ല. അത് അമ്മമ്മയായിരുന്നു. അടുക്കളയിൽ നിന്നുമുള്ള വരവാണ്. ഇതാണ് അനു. അനീഷ് പറയാറില്ലേ, അവനെ കാണാൻ വേണ്ടി വന്നതാ. അമ്മ പറഞ്ഞു കൊടുത്തു. ആ കുട്ടിയാണോ ഇത്? അനീഷ് എന്നും പറയാറുണ്ട് മോളെക്കുറിച്ച്. സത്യത്തിൽ നിങ്ങൾ തമ്മിൽ എന്താന്ന് ഞങ്ങൾക്ക് ഇതുവരെ പിടികിട്ടിയിട്ടില്ല കേട്ടോ.
അമ്മമ്മയുടെ വാക്കുകളിൽ ചെറിയൊരു സങ്കടവും കലർന്നിരുന്നു. അവനൊന്നും മിണ്ടാതായാൽ സ്വന്തം വഴിക്ക് പോകുമെന്നാ കരുതിയത്. ഇനിയും അവനെ ഓർത്ത് തല പുണ്ണാക്കണ്ടെന്ന് കരുതിയിട്ടാ എൻ്റെ ചെറിയ മോനെ കൊണ്ട് സത്യങ്ങളൊക്കെയും പറയിപ്പിച്ചത്. എന്നാൽ അവന് വേണ്ടി അവിടെ നിന്നും ഇത്രയും ദൂരം വരണമെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള ബന്ധത്തിന് എന്താണ് പേരെന്ന് എനിക്കിപ്പോൾ മനസ്സിലാവുന്നു, അമ്മ പറഞ്ഞുകൊണ്ടിരുന്നു. പക്ഷെ അവളുടെ ശ്രദ്ധ അതിലൊന്നും അല്ലായിരുന്നു. അച്ചുവേട്ടനെ കാണണം, കെട്ടിപ്പിടിച്ച് കരയണം, ഉമ്മ കൊടുക്കണം. പക്ഷെ എൻ്റെ കുട്ടിക്ക് അതിനുള്ള ഭാഗ്യമില്ലാണ്ടായിപ്പോയി. അവൻ അസുഖമാണെന്ന് അറിഞ്ഞുകൊണ്ട് മോളിനി അവൻ്റെ അടുത്ത് മിണ്ടാനൊന്നും പോകത്തില്ലല്ലോ. അമ്മമ്മ പറഞ്ഞത് ചെന്നുകൊണ്ടത് അവളുടെ ഹൃദയത്തിലാണ്. മൂർച്ച കൂടിയ സൂചിമുന പോലെ അതുള്ളിലേക്ക് കയറിക്കൊണ്ടിരുന്നു. അച്ചുവേട്ടന് അസുഖമാണെന്ന് അറിഞ്ഞിട്ടും ഏട്ടനെ അന്വേഷിച്ച് ഇവിടെ വരെ വരണമെങ്കിൽ അതിട്ടിട്ട് പോകാനായിരിക്കും അമ്മമ്മേ? തിരിച്ചു ചോദിച്ചു. അവരിരുവരും പരസ്പരം നോക്കി. എനിക്ക് അച്ചുവേട്ടനെ കാണണം. അവൻ ചിലപ്പോൾ നിന്നോട് ദേഷ്യപ്പെട്ടെന്നിരിക്കും. മോൾക്ക് അവനോട് വിരോധമൊന്നും തോന്നരുത്. മറുപടി പറഞ്ഞില്ല. അച്ചുവേട്ടൻ്റെ ദേഷ്യം മാറ്റാൻ ഒരു ഉമ്മ മാത്രം മതിയെന്ന് അവൾക്കറിയാം. ആ മുറിയിലുണ്ട്. ഇപ്പോൾ മുറിയുടെ പുറത്തേക്കേ ഇറങ്ങാറില്ല. ഭക്ഷണം അവിടെ കൊണ്ടുപോയി കൊടുക്കണം. എൻ്റെ കുട്ടി ഒരു പാവമായിരുന്നു. അമ്മമ്മ കരയുവാൻ തുടങ്ങി. അവർക്കൊപ്പം അമ്മയും. അമ്മ ചൂണ്ടിക്കാണിച്ച് മുറിയിലേക്ക് അടിവെച്ച് നടക്കുമ്പോഴും ഹൃദയം ശക്തിയിൽ മിടിച്ചു തുടങ്ങിയിരുന്നു. കാലുകൾ വിറച്ചു. നടക്കാൻ വയ്യെന്നായി. താങ്ങിനായി മതിലിൽ കൈകളമർത്തി. വാതിൽ മെല്ലെ തുറന്നപ്പോൾ ഇരുട്ടിൻ്റെ അരണ്ട വെളിച്ചത്തിൽ കണ്ടത് ഒരു കട്ടിലാണ്. അതിൽ കുട്ടിയെപ്പോലെ കിടന്നുറങ്ങുന്ന അവളുടെ അച്ചുവേട്ടനെയും. ആദ്യമായി ആ മുഖം കണ്ട് അവളുടെ കണ്ണുകൾ നിറഞ്ഞു. വേച്ചു വേച്ച് അവൻ്റെ അടുത്തേക്ക് നടന്നെടുക്കുവാൻ തുടങ്ങുന്നതിന് മുൻപ് അവൾ വാതിൽ അകത്തുനിന്നും അടച്ചു. അച്ചുവേട്ടൻ്റെ അടുത്ത് മുട്ടുകുത്തിയിരുന്നു. ഫോട്ടോയിൽ കണ്ടതിനേക്കാൾ സുന്ദരനാണ് അച്ചുവേട്ടനെന്ന് ഒറ്റനോട്ടത്തിൽ അവൾക്ക് മനസ്സിലായി. എന്തോ സ്വാതന്ത്ര്യത്തോടെ അവൾ അച്ചുവേട്ടൻ്റെ കവിളിൽ കൈവച്ച് മറുകവിളിൽ ഉമ്മ വെച്ചു. അച്ചുവേട്ടൻ്റെ കണ്ണുകൾ മെല്ലെ തുറന്നു. അനു. അച്ചുവേട്ടൻ്റെ ശബ്ദം അവളുടെ മനസ്സിന് എന്തോ ഒരു കുളിർമ നൽകി. അവൾ അങ്ങനെ നിന്നു കുറേ നേരം. അച്ചുവേട്ടൻ മെല്ലെ എഴുന്നേറ്റ് കണ്ണുകൾ തുടച്ചു. നീ എന്താ ഇവിടെ? എനിക്ക് നിന്നെ കാണണ്ട. എന്തുകൊണ്ട്? അവളും എഴുന്നേറ്റ് നിന്നു. എനിക്ക് നിന്നെ ഇഷ്ടമല്ല, അത്ര തന്നെ. ഇഷ്ടമല്ലല്ലേ? അവൾ പിന്നിലേക്ക് നടന്നു നീങ്ങി. ചുവരിൽ തൂക്കിയിട്ട കണ്ണാടിയിൽ ചെന്ന് കൈകൾ ആഞ്ഞടിച്ചു. കണ്ണാടിച്ചിലുകൾ പൊളിഞ്ഞു വീണു. അവളുടെ കൈകളിൽ തറച്ച് ചോരയൊലിച്ചു. മുണ്ടിൻ്റെ കര കയറിയെടുത്ത് അവൻ വേഗം തന്നെ അവളുടെ കൈകളിൽ കെട്ടി. നിനക്കെന്താ ഭ്രാന്തുണ്ടോ? ദേഷ്യത്തോടെയുള്ള അവൻ്റെ ശാസന. അവളത് നോക്കി നിന്നു. ദേഷ്യപ്പെടുമ്പോൾ അവൻ്റെ കവളുകൾ ചുവന്നു. ഇഷ്ടമല്ലല്ലോ? അവൾ വീണ്ടും ചോദിച്ചു. മൂന്നാമതൊന്നും ആലോചിക്കാതെ അവളെ കെട്ടിപ്പിടിച്ചു കരഞ്ഞത് അവനായിരുന്നു. നോക്ക്, നീ എൻ്റെ നെഞ്ചിൻ്റെ അത്രയേ കാണൂ. അപ്പോൾ എനിക്ക് നിന്നെ നെഞ്ചോട് ചേർത്ത് പിടിക്കാം. ഒരിക്കൽ അവൻ പറഞ്ഞു ചിരിച്ചത് അവൾക്ക് ഓർമ്മ വന്നു. പക്ഷെ ഇന്നവൻ നിന്ന് കരയുന്നത് അവളുടെ നെഞ്ചിൽ കിടന്നാണ്. നിന്നോട് ഞാൻ 1000 തവണ പറഞ്ഞു തല്ലിയടി, ഈ ചോദ്യം എന്നോട് ചോദിക്കരുതെന്ന്. എന്തിനാ നീ ഇങ്ങോട്ട് വന്നത്? ഒരിക്കൽ ചാലക്കുടിക്ക് വരണമെന്ന് അച്ചുവേട്ടൻ പറഞ്ഞത് ഓർക്കുന്നില്ലേ? എന്നിട്ടിപ്പോൾ വന്നിട്ട് എന്തിനാണെന്നോ? അവൾ പുഞ്ചിരിച്ച് കാണിച്ചു. കണ്ണുകൾക്ക് അസ്വസ്ഥത അനുഭവപ്പെട്ടിരുന്നു. കൈ വേദനിക്കുന്നുണ്ടോ? അവനവളുടെ കൈകളിൽ മുത്തിയിട്ട് ചോദിച്ചു. ഇല്ലെന്നവൾ മെല്ലെ തലയാട്ടി. അവൻ കിടക്കയിൽ ചെന്നിരുന്നപ്പോൾ അടുത്തായി അവളും പോയിരുന്നു. നീ എനിക്ക് എവിടെയൊക്കെ ഉമ്മ തരും? അച്ചുവേട്ടൻ്റെ കണ്ണിൽ, മൂക്കിൽ, ചെവിയിൽ, കവിളിൽ, കഴുത്തിലും നെറ്റിയിലും. പിന്നെ ആ മെസ്സേജ് വായിച്ച് അവൾ കുറേ നേരം ചിരിച്ചിരുന്നു. അച്ചുവേട്ടാ, ഏട്ടൻ്റെ ഇളക്കം എങ്ങോട്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട് കേട്ടോ. അവൾ റിപ്ലൈ കൊടുത്തു ചിരിച്ചുകൊണ്ട്. അച്ചുവേട്ടാ. അച്ചുവേട്ടൻ എന്താ ഇങ്ങനെ ഇരിക്കുന്നേ? ഒന്നുമില്ല. നീ എപ്പോഴാ പോകുന്നേ? പോണോ? അവൾ ചോദിച്ചു. വേണ്ടെന്നവൻ തലയാട്ടി. എനിക്ക് നിന്നെ കെട്ടിപ്പിടിച്ച് കിടക്കണം കുറേ നേരം. നിന്നെ എൻ്റെ നെഞ്ചിൽ ചേർത്ത് വെച്ച് കിടക്കണം. പിന്നെ നിന്റെ മടിയിൽ പൂച്ചക്കുഞ്ഞിനെ പോലെ കിടന്നുറങ്ങണം. അവൻ്റെ മെസ്സേജ് അവളുടെ മനസ്സിലേക്ക് ഓടിയെത്തി. അവൻ കിടക്കയിലേക്ക് മെല്ലെ കിടന്നു. അവൻ്റെ നെഞ്ചിൽ അവളും തല ചായ്ച്ചു. അവളുടെ കണ്ണിൽ നിന്നും ഒഴുകിയ കണ്ണുനീര് അവൻ്റെ മാറിൽ ഇറ്റി വീണ് ഹൃദയത്തിലേക്ക് ആഴ്ന്നിറങ്ങി. സൂചി ഇറങ്ങുന്ന വേദനയിൽ അവൻ പിടഞ്ഞു. എന്തിനാ എന്നെ സ്നേഹിച്ചത്? അവൻ്റെ ആ ചോദ്യം അവൾക്ക് ഉത്തരമില്ലായിരുന്നു. അവൾ നിശബ്ദയായി. നീ എപ്പോഴാ പോണേ? സമയം വൈകിക്കൊണ്ടിരിക്കുക. ഞാൻ പോണില്ലെങ്കിലോ? ആ ചോദ്യത്തിന് ഇരുമ്പിനേക്കാൾ കരുത്തുണ്ടെന്ന് അവന് തോന്നി. അച്ചുവേട്ടനെ വിട്ട് ഞാനിനി എങ്ങോട്ടും പോണില്ല. അതിന് നീ എൻ്റെ ആരാ? ഞാൻ ആരുമല്ലേ? അവൻ്റെ മുഖത്തേക്ക് മെല്ലെ നോക്കിയിട്ട് ചോദിച്ചു. ഇത്തവണ നിശബ്ദനായത് അവനാണ്. ഞാൻ മരിച്ചുകൊണ്ടിരിക്കുക.
അറിയാം. എന്നെ ഇട്ടിട്ട് പോയിക്കോ, ഒരിക്കലും ഇട്ടിട്ട് പോവല്ലേ എന്ന് പറഞ്ഞതും അച്ചുവേട്ടൻ തന്നെയാണ്. ഓർക്കുന്നില്ലേ? അവൾ ചൊരിയുന്ന ചോദ്യങ്ങളുടെ നടുവിൽ അവൻ വഴിയറിയാതെ മുട്ടുകുത്തി നിന്നു. അനു, എനിക്ക് ഉറങ്ങണം. അന്ന് ഞാൻ പറഞ്ഞ പോലെ നിന്നെ കെട്ടിപ്പിടിച്ചിട്ട് നെറ്റിയിൽ ഉമ്മ വെച്ചുകൊണ്ട് ഉറങ്ങണം. അവൾ അവനോട് ചേർന്ന് കിടന്നു. അവൻ്റെ ചുണ്ടുകൾ അവളുടെ നെറ്റിയിൽ അമർന്നു. കൈകൾ അവളെ വരിഞ്ഞു. അവളുടെ ചുണ്ടുകൾ അവൻ്റെ നെഞ്ചിൽ തട്ടി നിന്നു. ഞാൻ ഒരിക്കലും അച്ചുവേട്ടനെ വിട്ടിട്ട് പോവില്ല, അവൾ പറഞ്ഞു. അവനൊന്നും മിണ്ടിയില്ല. ഉറങ്ങിക്കാണും. ഉറങ്ങിക്കോട്ടെ. അവൻ്റെ വലയത്തിനുള്ളിൽ അവൻ്റെ ചുണ്ടുകൾ നെറ്റിയിൽ അമർന്നുകൊണ്ട് ഏറെ നേരം അവൾ കിടന്നു. ഇടയ്ക്ക് എപ്പോഴും വെച്ച് അവളുടെ മൊബൈൽ റിങ് ചെയ്തു. അച്ചുവേട്ടിൽ നിന്നും എഴുന്നേറ്റ് അവൾ മൊബൈൽ എടുത്ത് നോക്കി. അമ്മയാണ്. എല്ലാം അറിഞ്ഞു കാണും. മടിച്ചുകൊണ്ടാണ് അവൾ കോൾ അറ്റൻഡ് ചെയ്തത്. ഹലോ അമ്മ. നീ എവിടെ പോയതാണെന്നും ആരെ കാണാൻ പോയതാണെന്നും നിരഞ്ജന പറഞ്ഞു. അത് അമ്മേ, എനിക്കറിയില്ല. എനിക്ക് അച്ചുവേട്ടനെ വേണം. അച്ചുവേട്ടനില്ലാതെ പറ്റില്ല. നിനക്ക് ശരിയെന്ന് തോന്നുന്നത് നീ ചെയ്യ്. അമ്മ കൂടെയുണ്ട്. അവനെ കൂട്ടി ഇങ്ങോട്ട് വരണം. അച്ഛനില്ലാതെ വളർന്ന കുട്ടിയാ നീ. അമ്മമാർ വളർത്തുന്ന കുട്ടികളൊക്കെ എങ്ങനെയാണെന്ന സ്ഥിരം പഴമൊഴി നാട്ടുകാരെ കൊണ്ട് തിരുത്തി പറയിപ്പിക്കണം. ഐ ലവ് യു അമ്മ. ചെറുപ്പത്തിൽ അച്ഛൻ മരിച്ചതിൽ പിന്നെ അമ്മയാണെല്ലാം. അവൾക്ക് വേണ്ടി കഷ്ടപ്പെട്ടതും താങ്ങായതും തണലായതുമെല്ലാം. എല്ലാത്തിനും അമ്മ കൂടെയുണ്ടാവും. ഇന്നും അമ്മ കൂടെയുണ്ട്. അച്ചുവേട്ടനെ ശല്യപ്പെടുത്തണ്ട, ഉറങ്ങിക്കോട്ടെ. അവൾ മുറിയുടെ വാതിൽ തുറന്ന് പുറത്തേക്കിറങ്ങി അടുക്കളയിലേക്ക് ചെന്നു. അമ്മയും അമ്മമ്മയും തിരക്കിട്ട പണിയിലാണ്. അപ്പോഴാണ് സമയം വൈകുന്നേരമായതുപോലും അവൾ അറിഞ്ഞത്. എന്താ കുട്ടി കയ്യിൽ മുറിവ്? അമ്മയാണ് കണ്ടത്. ഓടി വന്ന് കൈയെടുത്ത് തിരിച്ചും മറിച്ചു നോക്കി. എല്ലാ അമ്മമാരും അങ്ങനെയാണ്. അമ്മയുടെ മോൻ്റെ പിണക്കം മാറ്റാൻ ഇങ്ങനെ ചെയ്യേണ്ടി വന്നു, അവൾ പറഞ്ഞു. ആ അമ്മയുടെ കണ്ണ് നനയുന്നത് അവൾക്ക് കാണാം. ചെറുപ്പത്തിൽ ഞാനവനൊരു കഥ പറഞ്ഞു കൊടുക്കാറുണ്ട്. അവനു വേണ്ടി കടൽ കടന്നൊരു മാലാഖ വരുമെന്ന്. അവനെ സ്നേഹിക്കാനായിട്ട്. ആ മാലാഖ മോളാണെന്ന് തോന്നിപ്പോവുക. അമ്മമ്മയാണ് അടുത്ത് വന്ന് പറഞ്ഞത്. അതിനു മുൻപേ അമ്മ അവരുടെ വായടയ്ക്കുവാൻ ആംഗ്യം കാണിച്ചുവെങ്കിലും ആ ശ്രമം വിഫലമായി. മോളതൊന്നും കാര്യമാക്കണ്ട, അമ്മ ഇങ്ങനെയാണ്, അമ്മ ജാളിയതയോടെ പറഞ്ഞു. ആ മാലാഖ തന്നെയാ ഞാൻ. അമ്മയ്ക്ക് വിരോധമുണ്ടോ? ചോദിച്ചു നോക്കി. അമ്മ ഒന്നും മിണ്ടിയില്ല. അവർ കൈകൾ മെല്ലെ കൂപ്പി കരയാൻ തുടങ്ങി. അവരെ കെട്ടിപ്പിടിച്ച് അവനും കരഞ്ഞു. മോള് കരയണ്ട. മോള് കരയണത് അവന് പിടിക്കില്ല. അമ്മമ്മയും പറഞ്ഞത് കരഞ്ഞുകൊണ്ടാണ്. അനു, അനു. അച്ചുവേട്ടൻ മുറിയിൽ നിന്ന് വിളിക്കുന്നത് അവൾക്ക് കേൾക്കാം. ആദ്യം പതുക്കെ, പിന്നെ വിളിയുടെ ശബ്ദം കുറച്ചുകൂടി ഉറക്കെ. കണ്ടോ, 2 ദിവസമായി അവൻ്റെ ശബ്ദം പോലും നേരെ കേൾക്കാൻ പറ്റിയിട്ടില്ല. മോള് വന്നതുകൊണ്ടുള്ള മാറ്റാ. എനിക്കുറപ്പാ അവനെ തിരിച്ചു കൊണ്ടുവരാൻ മോൾക്ക് കഴിയും, അമ്മമ്മ പറഞ്ഞുകൊണ്ടിരുന്നു. ആ വാക്കുകൾ അവൾക്കും വിശ്വാസമേകി. ഇനിയും ഒരു വിളിക്ക് കാക്കാതെ അവൾ മുറിയിലേക്ക് ചെന്നു. അനു, എനിക്ക് വിശക്കുന്നു, അച്ചുവേട്ടൻ എഴുന്നേറ്റിരുന്നു പറഞ്ഞു. അവൾ അവൻ്റെ കൈ പിടിച്ച് മുറിക്ക് പുറത്തേക്ക് കൊണ്ടുവന്നു. 2 ദിവസത്തിന് ശേഷമായിരുന്നു അവൻ ആ മുറി വിട്ടിറങ്ങിയത്. അത് കണ്ട അമ്മമ്മയുടെയും അമ്മയുടെയും കണ്ണുകൾ നിറഞ്ഞു. അച്ചുവേട്ടനെ ടേബിളിലിരുത്തിയിട്ട് ഭക്ഷണം വിളമ്പി. അച്ചുവേട്ടൻ ഫുഡ് കഴിച്ചോ? ഇല്ല, കഴിച്ചില്ല. വാരി നീ. തരാലോ, വായ തുറക്ക്. എനിക്കിനി നീ വാരി തന്നാൽ മതി, അച്ചുവേട്ടൻ കുറേ ചിരിച്ചുകൊണ്ടുള്ള ഇമോജികൾക്കൊപ്പം പറഞ്ഞു. അതൊക്കെ ഓർത്ത് അവളുടെ തല കനത്തു. അവൻ്റെ സമ്മതത്തിന് കാക്കാതെ അവൾ അവന് ഭക്ഷണം വാരിക്കൊടുക്കുന്നത് അമ്മയും അമ്മമ്മയും നോക്കി നിന്നു. അവൻ്റെ ഉള്ളിൽ പക്ഷേ കലാപമായിരുന്നു. ഒരു വശത്ത് അവളോടുള്ള ഒടുങ്ങാത്ത സ്നേഹവും മറുവശത്ത് മരണവും. ഇത്രമേൽ തന്നെ സ്നേഹിക്കുവാൻ അവൾക്കല്ലാതെ മറ്റാർക്കും കഴിയില്ലെന്ന് അവൻ ഉറപ്പാണ്. പക്ഷേ വെറുക്കും തോറും മരണവും താനും തമ്മിലുള്ള ദൂരം കുറഞ്ഞു വരുന്നെന്ന് അവൻ ഭയന്നു. രാത്രി കിടക്കാനായി അവൾ ചെന്നത് അവൻ്റെ മുറിയിലേക്കാണ്. ചോദ്യഭാവത്തോടെ അമ്മ അടുത്തു ചെന്നപ്പോൾ അച്ചുവേട്ടൻ്റെ മുറിയിൽ കിടക്കുന്നുവെന്നായിരുന്നു അവളുടെ മറുപടി. അവൾ കുളിച്ച് ഈറനണിഞ്ഞ് മുറിയിലെത്തി. അച്ചുവേട്ടനായി ചുറ്റും നോക്കി. പിന്നിൽ നിന്നും അവനവളെ വലയം ചെയ്തു. അവൻ്റെ ചുണ്ടുകൾ അവളുടെ പിൻകഴുത്തിൽ അമർന്നു. തിരിഞ്ഞു നിന്ന് അവൾ അവൻ്റെ നെഞ്ചിൽ തലവെച്ച് കെട്ടിപ്പിടിച്ചു. അവൻ്റെ ചുണ്ടുകൾ അവളുടെ നെറ്റിയിലും കണ്ണുകളിലും മൂക്കിലും കവിളിലും താടിത്തുമ്പത്തും കഴുത്തിലും പതിഞ്ഞു. പിന്നെ അത് അവളുടെ ചുണ്ടുകളെ സ്വന്തമാക്കി. പറ, നീ എനിക്ക് എവിടേക്ക് ഉമ്മ തരും? ആ മെസ്സേജ് അവളിലെ പെണ്ണിനെ പിടിച്ച് കുലുക്കിയിരുന്നു. പിന്നെവിടെയാ? നെറ്റിയിലും കണ്ണിലും മൂക്കിലും കവിളിലും നെഞ്ചിൽ. പിന്നെ എവിടെയാ? അറിഞ്ഞിട്ടും അറിയാത്ത പോലെ അവൾ നടിച്ചു. എൻ്റെ ചുണ്ടിൽ തരുമോ? ഹാ, പൂച്ച വാല് പോക്കുന്നത് കണ്ടപ്പോഴേ എനിക്ക് തോന്നി. അപ്പോ നീ തരില്ലേ? തരാം, എൻ്റെ മാത്രം അനു, എൻ്റെ മാത്രം. അച്ചുവേട്ടൻ അവളെ എടുത്ത് കിടക്കയിൽ കിടത്തി.
അവളെ കെട്ടിപ്പിടിച്ചു കിടന്നു. അവളുടെ കഴുത്തിൽ മുഖം പൂഴ്ത്തി. അവൾ അവൻ്റെ മുടിയിഴകളിലൂടെ വിരലുകൾ ഓടിച്ചു. അവളുടെ കഴുത്തിൽ ചുംബിച്ചുകൊണ്ട് അവൻ ആ രാത്രി സസുഖം മയങ്ങി. രാവിലെ അവൾ കണ്ണു തുറന്ന് നോക്കിയപ്പോഴും അവൻ്റെ ചുണ്ടുകൾ അവളുടെ കഴുത്തിൽ തന്നെ തങ്ങി നിന്നിരുന്നു. ആ നിമിഷം അവൾക്ക് എന്തെന്നില്ലാത്ത സന്തോഷം തോന്നി. കുറേയായി താൻ തേടി നടന്ന ചോദ്യത്തിൻ്റെ ഉത്തരം അവൾക്ക് കിട്ടിയെന്ന് അവൾ ഉറപ്പിച്ചു. അച്ചുവേട്ടൻ്റെ ആരാ? അച്ചുവേട്ടൻ്റെ ഫ്രണ്ടാണ്. അച്ചുവേട്ടൻ്റെ പെണ്ണാണ്. അച്ചുവേട്ടൻ്റെ മാത്രമാണ്. അച്ചുവേട്ടാ, ഐ ലവ് യു. എനിക്കിനി അച്ചുവേട്ടനില്ലാതെ പറ്റുമെന്ന് തോന്നുന്നില്ല, അവൾ പറഞ്ഞു. അച്ചുവേട്ടാ, അവനെ വീണ്ടും വിളിച്ചു. അച്ചുവേട്ടാ. എഴുന്നേറ്റിരുന്ന് അവനെ കുലുക്കി. അവൻ നിശ്ചലനായി തന്നെ കിടന്നു. ആ ചുണ്ടുകളിൽ ഇപ്പോഴും പുഞ്ചിരിയുണ്ട്. ആ കണ്ണുകളിൽ ഇപ്പോഴും തിളങ്ങുന്നത് അവളോടുള്ള സ്നേഹമാണ്. എല്ലാം അവിടെ തന്നെയുണ്ട്, അച്ചുവേട്ടനൊഴികെ. അവൾ ഉറക്കെ ആർത്തു വിളിച്ചു. അച്ചുവേട്ടൻ്റെ കോളറിൽ കുത്തിപ്പിടിച്ച് അലറി. എഴുന്നേൽക്ക് അച്ചുവേട്ടാ, എന്നെ ഇനിയും പറ്റിക്കരുത്. എനിക്കിങ്ങനത്തെ പറ്റിക്കലുകൾ ഇഷ്ടമല്ലെന്ന് അറിഞ്ഞൂടെ അച്ചുവേട്ടാ? അവൻ്റെ കോളർ വലിച്ചു കുടഞ്ഞു. അവൻ്റെ താടിരോമങ്ങളിൽ പിടിച്ച് വലിച്ചു. ഒടുവിൽ തളർന്നുകൊണ്ട് അവൻ്റെ മുഖം കയ്യിലൊതുക്കി അവൾ അലമുറയിട്ട് കരയുവാൻ തുടങ്ങി. ഒരു ഗതിയും പരഗതിയുമില്ലാത്ത അവളുടെ ജീവിതത്തിലേക്ക് അവൻ കടന്നു വന്നു. ഇന്നിതാ അപൂർണമായ ഒരു ചോദ്യചിഹ്നം പോലെ അവളെ തനിച്ചാക്കി അവൻ പോയി മറിഞ്ഞിരിക്കുന്നു. അച്ചുവേട്ടാ, ഒരിക്കലും അച്ചുവേട്ടൻ കോഴിക്കോടേക്ക് വരണം കേട്ടോ. ആ, വരും. എനിക്ക് അവിടെ കാണണം എന്നുണ്ട്. നിന്നെയും കാണണം. കണ്ട പാടെ കെട്ടിപ്പിടിക്കണം, ഉമ്മ വയ്ക്കണം. അപ്പോൾ ആൾക്കാരെ ശ്രദ്ധിക്കില്ലേ? ശ്രദ്ധിച്ചോട്ടെ, ഐ ഡോണ്ട് കെയർ. എനിക്ക് ഞാൻ ചോദിക്കുമ്പോൾ ഒക്കെ നീ ഉമ്മ തരണം. നീ ചോദിക്കാതെ തന്നെ ഞാനും അങ്ങോട്ട് തരും. പിന്നെ പിന്നെ എനിക്ക് കോഴിക്കോട് ഹൽവ കഴിക്കണം, ബീച്ച് കാണണം. അങ്ങനെ 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 ഒന്നും വേണമെന്ന് നിർബന്ധമില്ല. നീ കൂടെ ഉണ്ടായാൽ മാത്രം മതി. ആ രാത്രിയിൽ മഴയത്തൊറ്റയ്ക്ക് ഒരു കുട ചൂടി അവൻ്റെ ശവകുടീരത്തിന് മുൻപിൽ ടോർച്ചടിച്ച് നിൽക്കുമ്പോൾ എല്ലാം ഒരു മായാജാല കഥ പോലെ അവളുടെ മനസ്സിൽ തെളിഞ്ഞു. കണ്ണുകൾ കുഴിഞ്ഞിരുന്നു. കരഞ്ഞു തളർന്നതുകൊണ്ടാവാം ഇപ്പോഴും ആ കുടയിൽ തനിക്കൊപ്പം അച്ചുവേട്ടനുണ്ടെന്ന് അവൾക്ക് തോന്നി. ഞാൻ എന്നും നിന്റെ കൂടെ തന്നെ ഉണ്ടാവും, ഒരിക്കലും വിട്ടിട്ട് പോവില്ല, ഉമ്മ. അച്ചുവേട്ടൻ പറഞ്ഞത് ഇന്നും കാതുകളിൽ. അവൻ്റെ ചുംബനമാണ് അവനെ മരണത്തിന് ഒറ്റിക്കൊടുത്തതെന്ന് അവൾക്ക് തോന്നി. അവളുടെ സങ്കടത്തിൻ്റെ കനം കാരണം തല താന്നു പോയി. അവൻ്റെ ചുണ്ടുകൾ ഇപ്പോഴും കഴുത്തിൽ തങ്ങി നിൽക്കുന്നത് പോലെ, അവൻ്റെ ചുംബനം ഇപ്പോഴും അവളെ അവനിൽ അനുരക്തിയാക്കുന്നത് പോലെ. കണ്ണുകളിൽ നിന്നും അവസാനത്തുള്ളി കണ്ണീരും ഇറ്റുവീഴുന്നതിന് തൊട്ടു മുൻപ് അവൻ്റെ ശവകുടീരത്തിൽ നിന്നും ഒരു ഞരക്കം കേട്ടു. ടോർച്ചടിച്ച് അവളത് അവ്യക്തമായി കണ്ടു. അവൻ്റെ ശവകുടീരത്തിൽ മണ്ണിടിയുന്നത്, അത് രണ്ടായി പിളരുന്നത്. അതിൽ നിന്നും ഒരു പ്രകാശം പൊട്ടിമുളച്ചു. അത് അവളുടെ കണ്ണുകളിലേക്കും പടർന്നു. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.